സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം മറ നീക്കിയെത്തുന്ന സ്ത്രീയുടെ കഥ. രചന ഗ്രീതു എലിസബത്ത് തോമസ്. ആഖ്യാനം ബിനു റോയ്. വനിതാ ദിനം ലോകമെമ്പാടും സ്ത്രീകളെക്കുറിച്ചുള്ള അനേകം ചർച്ചകളും ആശയങ്ങളും ഉയർന്നുവരുന്ന ദിവസം. സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം എന്നീ വാക്കുകൾ സുപരിചിതമായി മുഴങ്ങിക്കേൾക്കുന്ന ദിവസം. ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. സ്ത്രീകൾക്ക് ശക്തി ലഭിച്ചത് ഈ ആധുനിക കാലത്താണോ, അതോ ചരിത്രം മറച്ചുവെച്ച ശക്തി പതുക്കെ തലപൊക്കി പുറത്തു വന്നത് ഇപ്പോഴാണോ? അവർ എപ്പോഴും ശക്തരായിരുന്നു, പക്ഷേ അവരുടെ കഥകൾ പലപ്പോഴും ചരിത്രത്തിൻ്റെ ശബ്ദമില്ലാത്ത പേജുകളിൽ മറഞ്ഞുകിടന്നു. വനിതാ ദിനം എന്ന ഒരൊറ്റ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് അവസാനിക്കേണ്ടതല്ല വനിതകളുടെ ജീവിതം. വനിതകൾക്കുള്ള സ്വാതന്ത്ര്യം, അവസരം, തുല്യത, പരിഗണന ഇവയാരും അനുവദിച്ചു കൊടുക്കേണ്ടതല്ല. മറിച്ച് അവൾക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഓരോ വനിതാ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഗവേഷണ വിദ്യാർത്ഥിനി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്രകൾ തുടർച്ചയായി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരം യാത്രകളിൽ പലപ്പോഴും ഒറ്റയ്ക്കാകുമ്പോൾ ഇത്രയൊക്കെ പുരോഗമനപരമായി മുന്നേറിയെന്ന് പറയുമ്പോഴും ഈ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ സ്വയം വിവേകപൂർവ്വം പ്രതികരിക്കാനും സ്വന്തം അവകാശങ്ങളും അഭിപ്രായങ്ങളും നിർഭയം പ്രകടമാക്കുന്നതിനും ഇനിയും സ്ത്രീകൾ കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രതികരണശേഷി മറ്റൊരു നിരപരാധിയിലേക്ക് ഒരിക്കലും വിരൽ ചൂണ്ടുന്നതാകരുത്. ഒരു മനുഷ്യൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിലും അവൻ അല്ലെങ്കിൽ അവൾ കണ്ടുമുട്ടുന്നത് വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെയാണ്. അത്തരം കണ്ടുമുട്ടലുകളിൽ അവരോട് നമുക്കേവർക്കും കൃത്യമായ ധാർമ്മിക ഉത്തരവാദിത്തം അതേത് നിലയിലായാലും ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഓരോ സ്ത്രീക്കും ആത്മവിശ്വാസം നൽകുന്നത്. അവനവൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ഇവ സ്വയം തിരിച്ചറിയുകയും അത് മറ്റൊരാൾ നടത്തിത്തരട്ടെ എന്ന് വിചാരിക്കാതെ അതിനായി സ്വയം മുന്നിട്ടിറങ്ങുകയും വേണം. സ്വന്തം സന്തോഷവും സമാധാനവും മറ്റൊരാളുടെ മുൻപിൽ യാതൊന്നിനും വേണ്ടി അടിയറവ് വയ്ക്കാതിരിക്കുക. ഓരോ സ്ത്രീയും, അത് അമ്മയായാലും മകളായാലും ഭാര്യയായാലും സുഹൃത്തായാലും സ്വന്തമായ അഭിപ്രായമുണ്ടെന്നുള്ള തിരിച്ചറിവ്, അവരുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾ അനുവദിച്ചു നൽകേണ്ടതല്ല എന്നുള്ള തിരിച്ചറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതിനായി സ്ത്രീകൾ സ്വയം പര്യാപ്തമായിരിക്കണം. അവർക്കുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും വേണം. ഇന്ന് ലോകത്തിലെ സമസ്ത മേഖലകളിലേക്കും സ്ത്രീ പങ്കാളിത്തം ഏറി വരുന്നത് ഏറ്റവും പ്രശംസനീയമാണ്. ഒരു സ്ത്രീ എന്ന അഭിമാനബോധത്തോടെ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും അവസരങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ മുൻപോട്ട് തന്നെ പോവുക. അങ്ങനെ കരുത്തുറ്റ വനിതകളുടെ കൈകളിൽ ഭദ്രമാകട്ടെ ഈ സമൂഹം. നാം വനിതാ ദിനം ആഘോഷിക്കേണ്ടത് സ്ത്രീകളിൽ ശക്തി പൊട്ടിമുളച്ചതുകൊണ്ടല്ല, മറിച്ച് ആ ശക്തി ലോകം കാണാൻ തുടങ്ങിയത് ആഘോഷിക്കാനാണ്. ചരിത്ര പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ പോരാട്ടത്തിൻ്റെയും വിജയങ്ങളുടെയും നാൾവഴികൾ കാണാം. ചില പേരുകൾ വലിയ അക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. ചരിത്രം എഴുതിയവരുടെ പേനയിൽ ചില കഥകൾ മാത്രം എത്തി. ചിലത് എത്തിയെങ്കിലും ചെറിയ അക്ഷരങ്ങളിലായി ഒതുക്കപ്പെട്ടു. മറ്റു ചിലത് മാഞ്ഞുപോയി. പക്ഷേ പറയപ്പെടാതെ പോയ കഥകളിൽ പലപ്പോഴും സ്ത്രീകൾ നായികമാരായിരുന്നു. സ്ത്രീകൾ ചരിത്രത്തിൽ ഇല്ലാതിരുന്നതല്ല, ചരിത്രം അവരെ എഴുതാൻ മറന്നതാണ്. അതിനാൽ ശക്തരായിരുന്ന സ്ത്രീകളെ ഓർക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കഥ പറയുമ്പോൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് ധൈര്യത്തോടെ നിന്ന സ്ത്രീയായിരുന്നു ശിവഗംഗൈ രാജ്യത്തെ റാണി വേലു നാച്ചിയാർ. ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടുകയും വിജയിക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതാ ഭരണാധികാരിയാണവർ. തൻ്റെ ധൈര്യത്തിൻ്റെ പര്യായമായി വീരമംഗൈ എന്നവർ വിശേഷിപ്പിക്കപ്പെട്ടു. 1780 ബ്രിട്ടീഷുകാരുമായി പോരാടിയപ്പോൾ റാണിയുടെ സൈന്യത്തെ നയിച്ചതും കുയിലി എന്ന പേരുള്ള ഉദയാൽ എന്ന യുവതിയായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ
രാജ്യത്തിനു വേണ്ടി ജീവൻ സ്വമനസാ സമർപ്പിച്ച ആദ്യ വനിതയാണ് ഉദയാൽ. ചരിത്രത്തിൽ പലപ്പോഴും ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മാത്രം ആരംഭിക്കുമ്പോൾ അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു തെക്കേ ഇന്ത്യൻ പ്രവിശ്യയിൽ വേലു നാച്ചിയാർ ഉണ്ടായിരുന്നു. ചരിത്രം മറന്നെങ്കിലും ആ ധൈര്യം ഒരിക്കലും മറക്കപ്പെടരുത്. സ്വാതന്ത്ര്യ സമരപൂർവ്വ കാലഘട്ടത്തിലെ മറ്റൊരു മഹത് വനിതയുടെ നാമം ചിന്നമ്മ എന്നാണ്. കർണാടകയിലെ കിട്ടൂർ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു അവർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒത്തവകാശ നിരോധന നിയമത്തിനെതിരെ ശക്തിയുക്തം പോരാടി. സ്വന്തമായി മകനില്ലെന്ന കാരണം മൂലം രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന് വിട്ടുകൊടുക്കണമെന്ന കാടൻ നിയമത്തിനു മുന്നിൽ അടിപതറാതെ അവസാന ശ്വാസം വരെ തൻ്റെ രാജ്യത്തിൻ്റെ സ്വയം ഭരണാവകാശത്തിനായി അവർ പോരാടി. അതുപോലെ ഒരു വടക്കുകിഴക്കൻ യുവതിയുടെ കഥയും ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. റാണി ഗൈഡിൻ ലിയു. വെറും 16-ാം വയസ്സിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അസാധാരണ ധൈര്യത്തിനുടമയായ പെൺകുട്ടി. ഇവരുടെ ജീവിതം പറയുന്നത് ധൈര്യത്തിന് ലിംഗഭേദമില്ല. സ്വാതന്ത്ര്യലബ്ധിക്കു വേണ്ടി ഒന്നിച്ചു പോരാടിയ ഒരു കാലം ചരിത്രത്തിലുണ്ട്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹശമനത്തിൽ സ്ത്രീ പോരാട്ടം അവസാനിച്ചില്ല. അതിൻ്റെ രൂപം മാറി, യുദ്ധഭൂമികൾ മാറി. സമൂഹം തന്നെ ഒരു പുതിയ പോരാട്ടത്തിൻ്റെ വേദിയായി. വിദ്യാഭ്യാസത്തിനായി സ്ത്രീകൾ പോരാടി, സമത്വത്തിനായി പോരാടി. സ്വന്തം സ്വരമെന്ന് ഉറക്കെ പറയാൻ സ്ത്രീകൾ മുന്നോട്ടു വന്നു. ഒരു സമൂഹം മുന്നോട്ടു പോകണമെങ്കിൽ സ്ത്രീകൾ ആദ്യം മുൻപിലേക്ക് നടക്കണം എന്ന സത്യം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തെളിഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അക്ഷരവെളിച്ചം അന്യമായിരുന്നവർ എഴുതി, ചിന്തിച്ചു, ഒരു സമൂഹത്തെ ചിന്തിക്കാൻ പഠിപ്പിച്ചു. അവരുടെ എഴുത്തുകളും ആശയങ്ങളും സമൂഹത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഒരു പുസ്തകം ഒരു മനുഷ്യനെ മാറ്റാം, പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഒരു തലമുറയെ തന്നെ മാറ്റും. സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കാനും അവരുടെ പോരാട്ടങ്ങളെ സ്മരിക്കാനും ലോകമെമ്പാടും മാർച്ച് 8 വനിതാ ദിനമായി പോരാടുന്നു. ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ദിനാചരണം. 2026 വനിതാ ദിന പ്രമേയം ഗീവ് ടു ഗെയിൻ എന്നാണ്. നൽകുമ്പോൾ നമുക്ക് നേടാം എന്ന ലളിതമായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ ആശയം സാമൂഹ്യ പുരോഗതിയുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാന ചിന്ത വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്ക് അവസരങ്ങളും പിന്തുണയും നൽകുമ്പോൾ അതിൻ്റെ നേട്ടം സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ഒരു കുടുംബത്തെയും രാജ്യത്തെ തന്നെയും മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന ഓരോ അവസരവും ഭാവിയിലേക്ക് സമൂഹത്തിൻ്റെ നിക്ഷേപം പോലെയാണ്. ഗീവ് ടു ഗെയിൻ പ്രമേയം നമ്മെയും ഒരു പ്രധാന ഉത്തരവാദിത്വത്തെപ്പറ്റി ബോധവാന്മാരാക്കുന്നു. ഞാൻ ഡോക്ടർ തസ്നീം നിസാർ, ആയുർവേദ ഡോക്ടറും ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റുമാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽപരമായിട്ടും ഫിനാൻഷ്യലിയും ഒക്കെ ഒരുപാട് എക്സ്പാൻഷനും ഗ്രോത്തും ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും എല്ലാ നാടുകളിലും അതില്ല എന്ന് നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വളരെയധികം മുൻപന്തിയിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ ഇന്ന് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ആകത്തുക എടുക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഏറ്റവും കൂടുതൽ എടുത്ത് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണെന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല, ഇവരുടെ ഈ പ്രോഗ്രസ് കണ്ടിട്ട് അവരുടെ കുടുംബങ്ങളിലുള്ള മറ്റാൾക്കാരും, മാതാപിതാക്കൾ, ഭർത്താവ്, കുട്ടികൾ, ഇവരെ കൂടെ അവർക്ക് ആ ഹെൽത്തിൻ്റെ ലൈനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ ഓരോ വർഷത്തെ വുമൻസ് ഡേയിലും
ഐ എം വെരി ഹാപ്പി ബിക്കോസ് സ്ത്രീകൾ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തെയും ബൈ ദി എൻഡ് ഓഫ് ദ ഡേ അവർ ആ എൻറ്റയർ സമൂഹത്തിനെയും ആ വീടിനെയും അവർ മുന്നോട്ട് ആസ് എ സൊസൈറ്റിയാണ് അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സ്ത്രീകൾക്ക് സമത്വവും ബഹുമാനവും നൽകേണ്ടത് ഒരു ഔപചാരിക പ്രഖ്യാപനമായി മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാവുക കൂടി വേണം. നൽകുമ്പോൾ നമുക്ക് നഷ്ടമൊന്നുമില്ല, മറിച്ച് കൂടുതൽ വലിയ നേട്ടങ്ങൾ സമൂഹത്തിന് മറുപടിയായി ലഭിക്കുന്നു. ഇന്നത്തെ സ്ത്രീ ചരിത്രത്തിൻ്റെ മറവിയിൽ നിന്നുള്ള ഒരു കഥാപാത്രമല്ല, അവൾ ഇന്നത്തെ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലിരുന്ന് സമത്വത്തിൻ്റെ ശക്തമായ സന്ദേശം നൽകുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ ഗവേഷണ രംഗത്ത് സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നിന്ന് പോലും സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധികളില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ടെസി തോമസ് പ്രതിരോധ ശാസ്ത്രത്തിൽ ഇപ്പോഴും അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് ഗീതാ ഗോപിനാഥ് ലോക സാമ്പത്തിക ചർച്ചകളിൽ ഒരു പ്രധാന ശബ്ദമായി തുടരുന്നു. വ്യോമസേനയിൽ അവനി ചതുർവേദി പോലുള്ള സ്ത്രീകൾ യുദ്ധവിമാനങ്ങൾ പറത്തി ആകാശവും സ്ത്രീകൾക്കുള്ളതാണെന്ന് തെളിയിച്ചു. ഒരു സമൂഹത്തിൻ്റെ പുരോഗതി ഞാൻ അളക്കുന്നത് അവിടുത്തെ സ്ത്രീകൾ നേടിയ പുരോഗതിയിലൂടെയാണ്. ഡോക്ടർ BR അംബേദ്കർ. ആധുനിക ലോകത്ത് സ്ത്രീകളുടെ സ്ഥാനം വളരെ വലിയ മാറ്റങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കുടുംബങ്ങളുടെ പരിധിയിൽ മാത്രമായി കണക്കാക്കിയിരുന്ന സ്ത്രീ ഇന്ന് വിദ്യാഭ്യാസം, ശാസ്ത്രം, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ തുടങ്ങി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായ ഒരു ശക്തിയാണ് വിദ്യാഭ്യാസം. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ കാണുന്നത് സ്ത്രീകൾ ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നു എന്നതാണ്. വിദ്യാഭ്യാസം സ്ത്രീകളെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുകയും അവരെ സ്വയം നിലകൊള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. അനേകമനേകം പെൺകുഞ്ഞുങ്ങളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് പറന്നുയരാൻ, സ്വപ്നങ്ങൾ കാണാൻ ഒരു നിമിത്തമായി മാറിയതുവഴി ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസം സ്ത്രീകളെ ശക്തരാക്കുകയും അവർ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വഴികാട്ടികളാകുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ത്രീ മുന്നേറ്റങ്ങൾ തങ്കലിപികളാൽ കുറിക്കപ്പെടട്ടെ. പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ക്രിക്കറ്റിൽ അവരോടൊപ്പം ഉയർന്നു വന്ന ഇപ്പോഴത്തെ വനിതാ ക്രിക്കറ്റ് ടീമിനെപ്പറ്റി പറയാതെ വയ്യ. 2025 നടന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം രാജ്യത്ത് ഒരു പുതിയ ആവേശം സൃഷ്ടിച്ചു. ഏറെക്കാലമായി ക്രിക്കറ്റ് ഒരു വികാരമായിരുന്നത് പുരുഷ ക്രിക്കറ്റിനോട് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനും ആയിരങ്ങൾ സ്റ്റേഡിയങ്ങളിലേക്കും എത്താൻ തുടങ്ങി. ഇന്ന് ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ് പോലുള്ള താരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. വനിതാ ക്രിക്കറ്റ് ഒരു ജനപ്രിയ കായിക മേഖലയായി മാറിയതോടെ കായിക രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു മാറ്റത്തിനാണ് നാം സാക്ഷിയാവുന്നത്. ഇത് സമൂഹത്തിൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റുന്നു. ക്രിക്കറ്റ് പുരുഷന്മാരുടെ കളിയാണ് എന്നുറക്കെ പറഞ്ഞിരുന്ന പല സ്റ്റേഡിയങ്ങളും സ്ത്രീ വിജയങ്ങൾക്കും കൈയടിക്കുന്നു. ഒരു പെൺകുട്ടി ടെലിവിഷനിൽ ഹർമൻപ്രീത് കൗറിനെയും സ്മൃതി മന്ദാനയെയും കാണുമ്പോൾ അവൾക്ക് ഒരു പുതിയ സ്വപ്നം ജനിക്കുന്നു. എനിക്കും കളിക്കാം, എനിക്കും ജയിക്കാം എന്ന സ്വപ്നം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചുക്കാൻ പിടിച്ചത് മൺമറഞ്ഞ
താളുകളിൽ എഴുതപ്പെടാതെ പോയ അനേകം സ്ത്രീകളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് വനിതാ ദിനം എന്നത് സ്ത്രീകൾക്ക് പൂവുകളും പൊന്നാടകളും നൽകുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, ചരിത്രത്തിൽ മറഞ്ഞുപോയ സ്ത്രീകളുടെ കഥകളെ വീണ്ടും ഓർക്കാനുള്ള അവസരമാണ്. ഒപ്പം തേനിൽ പൊതിഞ്ഞ പുരുഷ മേധാവിത്വ ശീലുകളെ പൊന്നുരിച്ചു നോക്കാൻ കൂടി വനിതാ ദിനത്തിൽ ആഹ്വാനം ചെയ്യാം. അമ്മയാണ് ദേവിയാണ് എന്ന് വാഴ്ത്തി അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ ചോദ്യം ചെയ്യാതിരിക്കാൻ വാമൂടിക്കിട്ടുന്നതും. ഒരു സ്ത്രീയെക്കൊണ്ടേ ഇത് കഴിയൂ. ഭൂമിയോളം ക്ഷമിക്കാനും സഹിക്കാനും സ്ത്രീക്ക് മാത്രമാണ് വരദാനം ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധശേഷി ഇല്ലാതാക്കുന്ന വിഷസർപ്പങ്ങളെ ജാഗരൂകരാക്കേണ്ടതുണ്ട്. വനിതാ ദിനത്തിൽ ദിനപത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അഭിമാന പുരസ്സരം പ്രസിദ്ധീകരിക്കുന്ന 10 കൈയുള്ള സ്ത്രീയുടെ ചിത്രം കണ്ട് സ്ത്രീയായതിൽ പുളകം കൊള്ളുന്നുണ്ടെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന് സ്ത്രീയെ എങ്ങനെയൊക്കെ വേണമോ ആ വേഷങ്ങളിൽ തളച്ചിടാനുള്ള കൺകെട്ടു വിദ്യയാണെന്ന് മനസ്സിലാക്കുക. സ്ത്രീ ശക്തിയാണ്, ചരിത്രമാണ്, ദേവിയാണ്, ഭൂമിയാണ്. പക്ഷേ മനുഷ്യനാണെന്ന് മറക്കാതിരിക്കുക. മനുഷ്യനാവശ്യമായ പരിഗണന, ബഹുമാനം, വ്യക്തിസ്വാതന്ത്ര്യം എന്നിവ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ്, അല്ലാതെ ഔദാര്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വനിതാ ദിനം അന്വർത്ഥമായി. സ്ത്രീകളെ ശക്തരാക്കേണ്ടതില്ല, അവർ അബലകളല്ല. തങ്ങളുടെ കഴിവുകളും സ്വപ്നങ്ങളും പ്രകടിപ്പിക്കാൻ സമൂഹം അവസരം നൽകുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരു സ്ത്രീയുടെ വിജയം ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ തന്നെ വിജയമായിരിക്കും. സ്ത്രീകളുടെ കഥകൾ പറയപ്പെടുമ്പോൾ ചരിത്രം കൂടുതൽ പൂർണ്ണമാകും. ആ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ ഇന്നും എഴുതപ്പെടുകയാണ്. അവ എഴുതുന്നത് സ്ത്രീകളുടെ ധൈര്യവും സ്വപ്നങ്ങളും അവസരങ്ങളും തന്നെയാണ്. ചരിത്രം എഴുതപ്പെടട്ടെ, ആരുടെയും കണ്ണീർ വീഴാതെ. മറനീക്കിയെത്തുന്ന സ്ത്രീയുടെ കഥ. ചിത്രീകരണം സമാപിക്കുന്നു. രചന ഗ്രീതു എലിസബത്ത് തോമസ്. ആഖ്യാനം ബിനു റോയ്. അങ്കണത്തിലിനി അനിത CS ആലപിക്കുന്ന ഒരു കവിത കേൾക്കാം. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ടനീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ടനീതി സ്ത്രീധനം. നാണമില്ലയാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലയാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ.
ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയേ. പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. പേടിക്കൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്ന് പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. തീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൽ. നോവിനാൽ കരഞ്ഞിടുന്ന നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. കപട പുരുഷബോധമേ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കു പേർ. ഓർത്തു വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ച സാരസൗഭകം. ഓർത്തു വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ച സാരസൗഭകം. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ട അഗ്നിധാമമാർന്ന തീക്കനൽ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കു പേർ. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി കാടടക്കി നാടടക്കി ക്ഷീരപദം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേവരെ ചിരം തിരഞ്ഞതാം പരമ്പൊരുൾ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യനിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യനിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. ഇത്രമേൽ ഉദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.